ഡൽഹി നിൽക്കുമ്പോ തോന്നും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന്. ഇവിടെ മീരമോള് കൂടെയുണ്ടെന്നൊരു തോന്നൽ കിട്ടും. ഇവിടെ എത്തിയപ്പോ തോന്നുന്നു മാറി നിൽക്കുന്നതാ നല്ലതെന്ന്. മോളെക്കുറിച്ചുള്ള ഓർമ്മകൾ താങ്ങാൻ പറ്റുന്നില്ല ബാലു. ഓർമ്മകൾ നല്ലതാ ചന്ദ്രമതി. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ പറ്റും. തെറ്റുകളിലേക്ക് വീഴാതിരിക്കാനും പറ്റും. നമ്മള് വിഷമിപ്പിച്ചവരെ ഓർത്ത് വേദനിക്കാനും പറ്റും. ആലോചിക്കുമ്പോ ജീവിതം ഒരു രസ. നമ്മൾ കരുതും നമുക്ക് മാത്രം ദുഃഖമെന്ന്. നമ്മള് സിദ്ധുവിന്റെ അവസ്ഥ കണ്ടിട്ടോ, പാവം, എന്തൊരു കഷ്ട. ബാലു, എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ വാസ്തവം? എന്താ, നീ അവനെ സംശയിക്കുന്നോ? ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതെല്ലാം സത്യമാണെന്ന് നീ കരുതുന്നുണ്ടോ? സത്യമാകാൻ വഴിയില്ല. സത്യമാകാൻ വഴിയില്ല എന്നല്ല, ഒരിക്കലും സത്യമാവില്ല. എന്നെപ്പോലെ അവനെ മനസ്സിലാക്കിയവരാരും ഉണ്ടാവില്ല. ഒരന്വേഷണവും നടത്താതെ ഏത് കോടതിയിലും എനിക്ക് മൊഴി കൊടുക്കാൻ പറ്റും ഇത് കെട്ടിച്ചമച്ച കഥയാണെന്ന്. ഒരിക്കലും അവൻ ഒരാളെ ചതിക്കാൻ പറ്റില്ല ചന്ദ്രേ. ഈ പ്രഭയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവനൊരു ബന്ധമുണ്ടെന്നിരിക്കട്ടെ. അവൻ പിന്നെ ഒരിക്കലും പ്രഭയെ കല്യാണം കഴിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അവനൊന്നും ഫോൺ എടുത്തിരുന്നെങ്കിൽ എനിക്ക് സംസാരിക്കായിരുന്നു. ദേവികയാണെങ്കിൽ പിന്നെ വിളിച്ചതുമില്ല. അല്ല ബാലു, ദേവിക ഒന്ന് വിളിച്ചു നോക്കിയാലോ? അത് വേണ്ട. ചിലപ്പോ ദേവിക അറിയാതെ വിളിച്ചതാണെങ്കിലോ? വേണ്ട, എനിക്ക് അവനോടാ സംസാരിക്കണ്ടേ. പ്രഭ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു ആവോ? പാവം. ഇതൊന്നും ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഭർത്താവ് മരിച്ചുപോയാൽ ചിലപ്പോ ക്രമേണ അതങ്ങ് താങ്ങാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഇത് താങ്ങാൻ പറ്റൂ ബാലു? അച്ഛാ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ് ഇത്. ശരിയായ തീരുമാനം എടുക്കേണ്ട നിമിഷം. അച്ഛാ, അച്ഛൻ ബലരാമനങ്ങളെ വിളിക്കണം. അതെ അച്ഛാ, എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങൾ ബലരാമനങ്ങൾ അറിയണം. ഇപ്പൊ തന്നെ അറിയിക്കണം. നീ എന്താ ഈ പറയുന്നത്? ബലരാമനെ ഞാനിതെങ്ങനെ അറിയിക്കും? എങ്ങനെ പറഞ്ഞാലും ഈ സത്യം അവൻ എങ്ങനെ ഉൾക്കൊള്ളും? സത്യമല്ലേ അച്ഛ പറയുന്നത്? ഉൾക്കൊണ്ടല്ലേ പറ്റൂ. ബലരാമനങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഇത്രയും നാളും മറച്ചു വെച്ചതിൽ ന്യായീകരണമുണ്ട്. പക്ഷെ ഇനിയും മറച്ചു വെച്ച വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. നീ എന്തുകൊണ്ട് എന്നെ ഇത് അറിയിച്ചില്ല എന്ന് ബലരാമനങ്ങൾ പിന്നീട് ചോദിച്ച അച്ഛൻ എന്ത് മറുപടിയുണ്ട്? പല കുടുംബങ്ങളുടെ ഭാവി ഇപ്പോ അച്ഛന്റെ തീരുമാനത്തെ ആശ്രയിച്ച. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.